വരാൻ പറ്റുമോ എന്ന് വളരെ വിനയത്തോടുകൂടി അദ്ദേഹം ചോദിച്ചപ്പോൾ ആഹ്ലാദത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും അപ്പുറത്ത് അങ്ങേയറ്റം വിനയാന്വിതനായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞു. അത് ഒരു മധുരം പ്രതീക്ഷിച്ച് ചെല്ലുമ്പോൾ ഇരട്ടി മധുരം ആ ഒരു പ്രവേശന സൗജന്യം കയ്യിൽ വെച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു വിലാസം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു നിയോഗം തന്നെയാണ് പലപ്പോഴും എന്നെ പല നിമിത്തങ്ങളിലേക്കും ചെന്നെത്തിക്കുന്നത്. ഇവിടെ സുധീർ പറഞ്ഞല്ലോ, ഞാനിവിടെ വന്നത് ഔദ്യോഗിക ഭാഷ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റ് സംഘടിപ്പിച്ച നല്ല ഗംഭീരം പരിപാടിയായിരുന്നു. പഠനത്തിനും അതിൻ്റെ വിപുലീകരണത്തിനും വേണ്ടിയിട്ട് ഇന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ഭാഷയാണ്. അപ്പം അവിടെയാണ് നമ്മളുടെ ചെറിയ ബുദ്ധിമുട്ടുകൾ പലർക്കും നേരിടുന്നത്. നമ്മളുടേതായ ശൈലി, അതിൻ്റെ നമ്മുടെ ആശയങ്ങളെ അയ്യപ്പൻ ജാതിയില്ല, മതമില്ല, ദൈവമില്ല എന്ന് പറഞ്ഞോട്ടെ, ആ പറയുന്നതിന് ദൈവമുണ്ട് പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങളുടെ പ്രവൃത്തിയിലാണ് ദൈവം. നിങ്ങൾ അവിശ്വാസികളോ കുഴപ്പമില്ല. എന്താണ് ദൈവം എന്ന് പറഞ്ഞാൽ മാധവ സേവ, മാനവ സേവ എന്ന് പറയുന്ന ഫിലോസഫി. യു ഡു ഗുഡ് ഫോർ ദ ഹ്യൂമൻ ബീങ്, യു ഡു ഗുഡ് ഫോർ ദ മാൻകൈൻഡ്. പള്ളിയിലെ അമ്പലത്തിലെ പോകണമെന്നില്ല, തൊഴണമെന്നില്ല, പുഷ്പാഞ്ജലി കഴിക്കണമെന്നില്ല, നിസ്കരിക്കണമെന്നില്ല, കുർബാന കൂടണമെന്നില്ല. പക്ഷെ നിങ്ങൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് ദൈവം എന്ന് പറയുന്നത് പ്രയോഗമാണ്. ഞാൻ പറഞ്ഞാലോ ശ്രീനാരായണ ഗുരുദേവനാണ് അദ്ദേഹം. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഇന്ത്യയെ രൂപപ്പെടുത്തിയതിൻ്റെ ആധാര ശില്പിയായ ജവഹർലാൽ നെഹ്റു എഴുതിയ പുസ്തകം. ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലാണ് പക്ഷെ പല കാര്യങ്ങളോട് സാധിച്ചിട്ടില്ല. ഒന്നെങ്കിൽ ആ പ്രോഗ്രാമിന് ഒരു അപ്രൂവൽ കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എല്ലാവർക്കും സംസാരിക്കാവുന്ന സാഹചര്യം ഉണ്ടായില്ല. എല്ലാം കൂടി ഒത്തുവന്ന് ഈ ഒരു പ്രോഗ്രാം നടത്തില്ല, അല്ലെങ്കിൽ ഒരു പരിപാടി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ തീരുമാനിച്ചതായിട്ട് അല്ലെങ്കിൽ ഉറപ്പായിട്ടുള്ള സംഭവം. പലതരത്തിൽ ഇത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദുര്യോധന വേഷമിട്ട് ഗുരു ചെങ്ങന്നൂർ വന്നു എന്ന് പറയുന്ന രീതിയിൽ ഈ വേദിയിൽ പല വിദ്വാൻമാരുടെയും പല കലാകാരന്മാരുടെയും പല വിദൂഷികളുടെയും ഒക്കെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ് പരിലസിക്കുന്ന ഈ വാണിയുടെ വേദിയിൽ ഈ എളിയവനായ ഞാൻ ഒരു ചെറിയ പ്രസംഗം, അല്ലെങ്കിൽ ചെറിയൊരു പ്രബന്ധം, അല്ലെങ്കിൽ കുറച്ചൊരു സംവാദം നിങ്ങളുമായി നടത്താൻ. യോഗ എന്ന് പറയുന്നത് വെറുതെ ആസനങ്ങൾ കാണിക്കുകയാണെന്നാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. കുറച്ച് നല്ല അർത്ഥത്തെ പറഞ്ഞാൽ ആസനം കാണിക്കുന്ന യോഗ മാത്രമേ നമുക്കറിയുള്ളൂ. യോഗ ആസനമല്ല ശരിക്കും യോഗ എന്ന് പറയുന്നത്. യോഗ എന്ന് പറയുന്ന ഒരു പതഞ്ജലി എന്ന് പറയുന്ന ആചാര്യൻ ക്രിസ്തുവിന് മുൻപ് 4-ാം നൂറ്റാണ്ടിൽ രചിച്ചിട്ടുള്ള യോഗ ദർശനം എന്ന് പറയുന്ന ാണ് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തത്. ഒരു ടീച്ചിങ് എന്നതിന് പുറമെ ഒരു റിസർച്ചിനെ കോർഡിനേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് നല്ല നല്ല പബ്ലിക്കേഷൻസും നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങളും ഉണ്ടാക്കി തരിക എന്നുള്ളതായിരുന്നു എന്നിൽ അർപ്പിതമായ കർത്തവ്യം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോർഡിനേഷൻ, മെക്കാട്രോണിക്സിന് ശേഷം നമ്മൾ ദർശനങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഞാനാണെങ്കിൽ കുറച്ച് കവിതയൊക്കെ മാഷ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. പൂർണ്ണമായിട്ടും എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്ന ചട്ടക്കൂടുണ്ട്. പുനരുജ്ജീവിപ്പിക്കുക, നമുക്ക് റിവൈവ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇല്ലാത്തതല്ല, ഉണ്ടായതായാലും അങ്ങനെയാണ് എല്ലാം വളർന്നു വന്നത്. അവിടെ നിന്നാണ് നമുക്ക് പറയുന്നത്. അതാണ് ഞാൻ ഈ ഒരു ജയചന്ദ്രൻ സാർ പാടിയൊരു പാട്ട്, പ്രേതങ്ങളോട് താഴ്വര എന്ന സിനിമയിൽ 1973 ശ്രീകുമാരൻ തമ്പി സാർ രചിച്ച് ദേവരാജ സാർ സംഗീതം കൊടുത്ത ആ പാട്ട് മലയാള അത് ഞാൻ പാടുന്നതിന് രണ്ടാമത്തെ ദിവസം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് പല കലകൾ. അതാണ് ഇപ്പോൾ നിങ്ങളുടെ ടീച്ചർ മോഹിനിയാട്ടവും അഖിലേഷ്
കഥകളി ആ ലെവലിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്, മുദ്രകൾ കാണിച്ച് നമ്മൾ സാധാരണ സംസാരിക്കുന്ന രീതികൾ എങ്ങനെയാണ് ആ ഒരു മുദ്രകളിലൂടെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ആ ലെവലിനെ പറ്റി പറഞ്ഞു. ഇന്ന് കാലത്തുള്ള സെഷനിൽ നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് ഞാനത് കേട്ടില്ല.